മലപ്പുറം ജില്ലയിൽ BJP ഏറ്റവും അധികം വോട്ട് ഷെയർ അവകാശപ്പെടുന്ന ഒരു മണ്ഡലമാണ് തവനൂർ. 2016-ൽ 16,000-നടുത്ത് വോട്ടുകളാണ് BJP തവനൂരിൽ നേടിയത്. അന്ന് ആ നേട്ടം സ്വന്തമാക്കിയ അതേ നേതാവ് തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത്, ശ്രീ രവി തേലത്ത്. ഇവിടെ തവനൂർ മറ്റു മണ്ഡലങ്ങളെ പോലെയല്ല, BJP അവരുടെ സാന്നിധ്യവും അവരുടെ കരുത്തുമൊക്കെ തെളിയിച്ച ഒരു മണ്ഡലമാണ്. ഇത്തവണ എന്തൊക്കെയാണ് പ്രതീക്ഷ? താങ്കൾ സൂചിപ്പിച്ച പോലെ 2016-ൽ നമ്മൾ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയ മണ്ഡലമാണ്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ BDJS ആയിരുന്നു ഇവിടെ മത്സരിച്ചത്. ഇത്തവണ വീണ്ടും BJP ആണ് മത്സരിക്കുന്നത്. അതിനിടയ്ക്ക് നടന്ന 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരേപോലെ ആ വോട്ട് ഷെയർ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച നിവേദിത സുബ്രഹ്മണ്യത്തിന് ലഭിച്ച വോട്ട് 24,000-ന് മുകളിലാണ്. 25,000-ൻ്റെ അടുത്തെത്തി, 400,000-മായി. അപ്പോൾ പൊതുസമൂഹം പൊതുവെ സ്വീകരിക്കുന്ന BJP സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തുകളാണ് 7 എണ്ണം. കടലോരം മുതൽ ഇങ്ങ് കുടിവെള്ളക്ഷാമം നേരിടുന്ന വട്ടംകുളത്തെ കുന്നുകൾ വരെയുള്ള വൈവിധ്യമുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിലെ സാധാരണക്കാരൻ ഇപ്പോൾ മെല്ലെ BJPയെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വേഗത വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തവണ നമുക്ക് ഇവിടെ ജയിക്കാൻ സാധിക്കുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. ജലീലാണ് കഴിഞ്ഞ 3 വട്ടം മത്സരം, അദ്ദേഹം തന്നെ ഇത്തവണയും മത്സരിക്കുന്നത്. മറുവശത്ത് കോൺഗ്രസിൻ്റെ ജില്ലാധ്യക്ഷനാണ് VS ജോയി. താങ്കളും ചിരപരിതനായ വ്യക്തിയാണ്. എങ്ങനെയാണ് ഈ മത്സരത്തെ കാണുന്നത്? തീർച്ചയായും ഒരു രാഷ്ട്രീയ മത്സരം, അതോടൊപ്പം തന്നെ ഈ തവനൂർ മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന മത്സരം കൂടിയാണ്. കഴിഞ്ഞ 15 വർഷവും തവനൂർ നിയോജക മണ്ഡലം രൂപീകരിക്കപ്പെട്ട അന്ന് മുതൽ തുടർച്ചയായി LDF ആണ്, സ്വതന്ത്രനാണ്, KT ജലീലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് കഴിഞ്ഞ 10 വർഷക്കാലം അദ്ദേഹം മന്ത്രിയായിരുന്നിട്ടുണ്ട്, MLA ആയിരുന്നിട്ടുണ്ട്. ഈ ഒരു റോളുണ്ട്. അതോടൊപ്പം തന്നെ UDF സംസ്ഥാനം ഭരിച്ചപ്പോഴും ഈ തവനൂർ മണ്ഡലത്തിൽ 5 വർഷം അദ്ദേഹമായിരുന്നു MLA. UDF ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും തുടർന്ന് ഒരേ പാർട്ടി MLAയും സംസ്ഥാനം ഭരിച്ച LDFൻ്റെ ഭാഗത്തു നിന്നും കടുത്ത അവഗണനയാണ് തവനൂരിനോടുണ്ടായിട്ടുള്ളത്. അപ്പോൾ തവനൂരിലെ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2-3 പോയിൻ്റ് മാത്രം സൂചിപ്പിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാവും. എടപ്പാളിലെ മേൽപ്പാലം, ഇപ്പോൾ MLA അവകാശപ്പെടുന്ന മേൽപ്പാലത്തിൻ്റെ പോസിറ്റീവാണ്. ആ മേൽപ്പാലം അവിടെ വന്നതുകൊണ്ട് അവിടുത്തെ ഗതാഗതക്കുരുക്ക് തീർന്നിട്ടില്ല. ഒരു ജംഗ്ഷനിലുണ്ടായിരുന്ന ഗതാഗതക്കുരുക്ക് 2 അറ്റത്തേക്ക് മാറി. നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ ബസ് സ്റ്റാൻഡ് സൗകര്യം പോലുമില്ല. എടപ്പാളിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്ന ബസ് ഹാൾട്ടിംഗ് സംവിധാനമുള്ള സ്ഥലമാണ് എടപ്പാൾ സ്ഥലം. അവിടെ നിങ്ങൾക്ക് പോയി നോക്കിയാൽ 4 റോഡിലും ബസ്സുകൾ പാർക്ക് ചെയ്ത് കിടക്കുന്നത്. ഭയങ്കരമായിട്ട് അവിടെ ബ്ലോക്കാണ്, ട്രാഫിക് ബ്ലോക്കാണ്. എത്രയോ കാലമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ ഭാരതപ്പുഴ ഇതിനെ നടുവിലൂടെ ഒഴുകുകയാണ്. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ്. കുടിവെള്ളക്ഷാമവും ഇവിടുത്തെ കാർഷിക പ്രശ്നങ്ങളും അവർക്ക് കൃഷിക്കാർക്കുള്ള വെള്ളവും നൽകുമെന്നുള്ള ഉറപ്പിൻ്റെ പേരിലാണ് ഇത്രയും വലിയ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഈ പാലം പ്രതീക്ഷിച്ചത് ഇവിടുത്തെ ജനത. പക്ഷേ അതിനകത്ത് ഷട്ടർ മുഴുവൻ ലീക്കായി. 150 കോടിയുടെ ടെൻഡറിൽ വലിയ അഴിമതി നടന്നു. കരിമ്പട്ടിയിൽപ്പെടുത്തിയ ഒരു കമ്പനിയാണത് ചെയ്തത്. അതിനുശേഷം 2 തവണ റിനോവേഷൻ നടത്തിയതുകൊണ്ട് 2 തവണയും അത് ഫെയിലിയറാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു ഫണ്ട് കൂടി വെച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളം അവിടെ നിൽക്കണമല്ലോ. പണി പൂർത്തീകരിച്ചാൽ അടിയിലൂടെ വെള്ളം പുറത്തേക്ക് പോകും. എനിക്കറിയില്ല അതെങ്ങനെയാണ് പണി പൂർത്തീകരിക്കുന്നത്. അത് MLAനെ വ്യക്തമാക്കണം, അതിന് എഞ്ചിനീയർമാരും മറുപടി പറയണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ആളുകൾ പറയുന്നത് അതുകൊണ്ട് ഇവിടെ കൃഷിക്കാവശ്യമായ വെള്ളം സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല, കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിക്കുന്നില്ല. പടിഞ്ഞാറൻ മേഖല കടലാണ്, പടിഞ്ഞാറേക്കര, അവിടെ ഉപ്പുവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. കിഴക്കൻ മേഖല കുന്നുകളാണ്, അവിടെ വെള്ളം കിട്ടാത്ത പ്രശ്നമാണ്. ഇത് പരിഹരിക്കാൻ ഏറ്റവും നല്ല സംവിധാനമാണ്, പക്ഷേ അത് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് വികസനമാണ് നടന്നിട്ടുള്ളത് എന്ന് പൊതുസമൂഹം ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 2 ഓപ്ഷനും LDF UDF ഒഴിവാക്കിക്കൊണ്ട് BJPയുടെ പിന്നിൽ ജയിക്കാൻ തന്നെയാണ് എല്ലാവരും മത്സരിക്കുന്നത്, അവകാശപ്പെടുന്നത്. പക്ഷേ ഇവിടെ ആര് ജയിക്കണം നിശ്ചയിക്കാനുള്ളൊരു കരുത്ത് BJPക്ക് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞാണല്ലോ. അല്ല, ഞാൻ താങ്കളുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് അംഗീകരിക്കുന്നില്ല. ഇത്തവണ BJP ജയിക്കാൻ തന്നെയാണ്, സംശയമില്ല. അത് ആരെ ജയിക്കും പരാജയപ്പെടുത്തും എന്നുള്ളതല്ല. ഇത്തവണ BJPക്ക് ജയിക്കണം. മലപ്പുറം ജില്ലയിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ BJPയുടെ താമര ചിഹ്നത്തിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരാൾ ആദ്യമായി മലപ്പുറം ജില്ലയിൽ നിന്ന് BJPയുടെ MLA ആകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതാണ് നമ്മുടെ ടാർഗറ്റ്. അതിൽ വിജയത്തിൽ കുറഞ്ഞ ഒന്നുമില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ നടന്നതാൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നരിപ്പറമ്പ് ആണ് താങ്കളിൽ വന്നത്. അവിടുത്തെ
മുഴുവൻ മത്സ്യമാർക്കറ്റ് മുഴുവൻ അവിടെ ചീഞ്ഞളിഞ്ഞ് കിടന്ന പ്രദേശം ഇപ്പോൾ നന്നായിട്ടുള്ളത് കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. ആലത്തിയൂർ ജംഗ്ഷൻ, വട്ടംകുളം ജംഗ്ഷൻ, ഇവിടുത്തെ റോഡുകൾ എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ ശ്യാംപ്രസാദ് മുഖർജി റൂറൽ മിഷൻ്റെ 35 കോടി അങ്ങനെ വ്യാപകമായി കേന്ദ്രം നൽകിയ ഫണ്ടാണ്, സംസ്ഥാനത്തിൻ്റെതല്ല. അതാണ് MLA ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇത്തവണ BJPക്ക് വിജയമുണ്ടാകും. കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്. കേരളത്തിൽ വിജയിക്കില്ല എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള പ്രശ്നം. താങ്കൾ സൂചിപ്പിച്ച പോലെയുള്ളൊരു പ്രശ്നമാണ്. BJP വിജയിക്കാനല്ലതാ മറ്റുള്ളവരെ തോൽപ്പിക്കാനും ജയിപ്പിക്കാനുമാണ് എന്നതാണ് ഒരു പൊതു നിലപാട്. അത് മാറിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ഈ മൂവ്മെൻറ്റ് കേരളം, വികസിത കേരളം, കേന്ദ്ര സർക്കാരിൻ്റെ ഒപ്പം ചിന്തിക്കുക എന്നുള്ള ഇത് ജനം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ BJP വിജയിക്കാനാണ് മത്സരിക്കുന്നത്, അതിൽ കുറഞ്ഞ ഒന്നുമില്ല. തവനൂരിൽ വിജയത്തിൽ കുറഞ്ഞൊന്നുമില്ലെന്ന് സ്ഥാനാർത്ഥി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ എത്രമാത്രം അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.